Good morning, my dear students. Happy to welcome you to the new academic year. പുതിയ ഈ അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും വളരെ മംഗളകരമായ ഒരു സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യത്തെ പാഠം, ആൻ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇൻട്രൊഡക്ഷൻ ഈ പുസ്തകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, അല്ലാതെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വലിയ സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലല്ല. ദിസ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക് ഒള്ളി. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അധികം സമയം കളയല്ല, നേരിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുഖവുര പറയാം. നമുക്കറിയാം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസാണ്. ഇറ്റ്സ് എ സോഷ്യൽ സയൻസ്. ദർ ആർ വെരി മെനി അതർ സോഷ്യൽ സയൻസസ്. Sociology, psychology, history, economics, political science, anthropology, etc. are social sciences. What does this social science deal with? Social sciences are dealing with the behavior of human beings. Or in other words, behavioral studies are dealt with by social sciences. മനുഷ്യൻ്റെ പെരുമാറ്റങ്ങൾ, പല രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ട്. സാമൂഹികമായ പെരുമാറ്റങ്ങളുണ്ട്, സോഷ്യോളജി ഡീൽ ചെയ്യും. മനഃശാസ്ത്രപരമായ പെരുമാറ്റങ്ങളുണ്ട്, സൈക്കോളജി ഡീൽ ചെയ്യും. പിന്നെ സാമ്പത്തികമായ പെരുമാറ്റങ്ങളുണ്ട്, അത് ഇക്കണോമിക്സ് ഡീൽ ചെയ്യും. ഹിസ്റ്റോറിക്കൽ ആയ ചില കാര്യങ്ങളുണ്ട്, അവയെല്ലാം ഹിസ്റ്ററി ഡീൽ ചെയ്യും. പൊളിറ്റിക്കലായുള്ള ചില തീരുമാനങ്ങളും നിഗമനങ്ങളും ഒക്കെ പൊളിറ്റിക്കൽ സയൻസ് ഡീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇൻട്രൊഡക്ഷനിലേക്ക് കാര്യമായിട്ട് കിടക്കാം. ഒന്ന്, മനുഷ്യർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാം, അവർക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഹ്യൂമൻ ബീയിങ്സ് ഹാവ് റീസണിങ് പവർ ആൻഡ് എബിലിറ്റി ടു റിഫ്ലക്റ്റ് ഓഫ് ദെയർ ആക്ഷൻസ്. റീസണിങ് പവർ എന്ന് പറഞ്ഞാൽ വിവേകം എന്നാണ് അർത്ഥം. അവന് വിവേകത്തോടുകൂടി പെരുമാറാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അതിനകത്ത് ഇനിയും എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടോ, ഞാൻ ചെയ്തതിനകത്ത് ഏതെങ്കിലും ഒരു പോരായ്മകളുണ്ടോ എന്ന് മനസ്സിലാക്കി അവ തിരുത്തിക്കൊണ്ട് പോകുവാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. ദിസ് ഈസ് എ റീസണിങ് പവർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. Second important quality of human beings is that he can use language and communicate with one another. അവർക്ക് ഭാഷ ഉപയോഗിക്കാം, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താം എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകതകളായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് റീസണിങ് പവർ ആൻഡ് ദി അതർ ഈസ് യൂസിങ് ലാംഗ്വേജ്. ദീസ് ആർ, ഇനി പൊളിറ്റിക്കൽ സയൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. പൊളിറ്റിക്കൽ തിയറി ഫോംസ് ദി ബേസിസ് അപ്പോൺ ദീസ് യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അനന്യമായ എന്നാണ് അർത്ഥം, അന്യനില്ലാത്തത്, മറ്റുള്ളവർക്കില്ലാത്ത ഈ രണ്ട് പ്രത്യേക ഗുണങ്ങൾ. ഒന്നാമത്തെ ഗുണം റീസണിങ് പവർ, സെക്കൻഡ് അവന് ലാംഗ്വേജ് ഉപയോഗിക്കാം, അവൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താം എന്നുള്ളതാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ, മനുഷ്യരുടെ ഗുണങ്ങളാണ് പൊളിറ്റിക്കൽ തിയറിയുടെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നിൽക്കുക. ഇങ്ങനെയാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് സാധാരണ കൈകാര്യം ചെയ്യുക? പൊളിറ്റിക്കൽ തിയറി അനലൈസസ് സർട്ടൻ ബേസിക് ഫാക്ടേഴ്സ്. വാട്ട് ആർ ദി ബേസിക് ഫാക്ടേഴ്സ്? ഫസ്റ്റ്, organization of the society. How can a society be organized? Second, whether there is a need of the government. ഒരു ഗവൺമെൻറ് ഒരു സമൂഹത്തിൽ ആവശ്യമുണ്ടോ അതോ ഇല്ലയോ? രണ്ട്, മറ്റൊന്ന്, വാട്ട് ഈസ് ദി ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ്? പലതരത്തിലുള്ള ഗവൺമെൻറ്റുകളുണ്ട്. മൊണാർക്കി, ദെൻ ഡെമോക്രസി, ഓട്ടോക്രസി, ഇതൊക്കെ ഗവൺമെൻറ്റുകളാണ്. എന്നാൽ അതിൽ ഏത് തരത്തിലുള്ള ഗവൺമെൻറ്റാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്? വാട്ട് ഈസ് ദി ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ്? ഇനിയും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഫ്രീഡം?
And what is the responsibility of each citizen? Each citizen to the state and to the other members of the society or other citizens. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വാട്ട് അബൌട്ട് ദി ഓർഗനൈസേഷൻ ഓഫ് ദി സൊസൈറ്റി. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഡീൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. വാട്ട് അബൌട്ട് ദി ഓർഗനൈസേഷൻ ഓഫ് ദി സൊസൈറ്റി. സെക്കൻഡ്, വെദർ ദർ ഈസ് എ നീഡ് ഫോർ ദി ഗവൺമെൻറ്. And if there is a need for a government, which is the best form of government that has to be adopted. Another thing is, what are the limitations of a freedom that we are enjoying. And another one is responsibility of each citizen towards the state and towards his fellow citizens. Now let us discuss what is meant by politics. So we are going to differentiate between politics and political theory. What is politics? Politics is an activity of a person involved in the current problems of the state. So there is a simple definition that we can give. Politics is the activity of a person involved in the current problems of the state. സ്റ്റേറ്റ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം എന്നാണ്. നമ്മുടെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നിങ്ങൾ സ്റ്റേറ്റിനെ പൊളിറ്റിക്കൽ സയൻസിൽ കാണരുത്. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം. അങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ അതിന് വിവക്ഷ കൊടുക്കുക. അപ്പോൾ ഒരു രാജ്യത്തിൽ അവരുടെ ആ കറണ്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഏതെല്ലാം കാര്യങ്ങൾ വ്യക്തികൾ കൈകാര്യം ചെയ്യണോ അതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ജനത്തിനും ഈ സമൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളിലെ അവരെങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി പഠിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്ര വിഭാഗം, സാമൂഹിക ശാസ്ത്ര വിഭാഗമാണ് പൊളിറ്റിക്കൽ സയൻസ്. അതിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ കാര്യം മാത്രം നമ്മൾ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നതിനെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ പൊളിറ്റിക്സ് ഈസ് ദി ആക്ടിവിറ്റി ഓഫ് എ പേഴ്സൺ ഇൻവോൾവ്ഡ് ഇൻ ദി കറണ്ട് പ്രോബ്ലംസ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ആനുകാലികമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെപ്പറ്റി അതിൽ ഡീൽ ചെയ്യുന്ന ആളുകൾ. നമുക്ക് പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, പൊളിറ്റിക്സിനെ പറ്റി പലർക്കും പല അഭിപ്രായമുണ്ട്. ഒരു പൊളിറ്റീഷ്യനെ എടുത്ത് നോക്കിയേ, ഒരു MP, ഒരു MLA, ഒരു മന്ത്രി, അവരൊക്കെ പൊളിറ്റീഷ്യൻസാണ്. നിങ്ങൾക്കറിയാം, മിനിസ്റ്റേഴ്സ്, MLAs, MPs ആർ പൊളിറ്റീഷ്യൻസ്. ആസ് ഫാർ എസ് ദേ ആർ കൺസേൺഡ്, പൊളിറ്റിക്സ് ഈസ് എ പബ്ലിക് സർവീസ്. അവരെ സംബന്ധിച്ചുള്ള ഒരു സാമൂഹിക സേവനമാണ്, പൊതുപ്രവർത്തനമാണ്, അവരുടെ ജോലി അതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പൊതുപ്രവർത്തനത്തിൽ അവർക്ക് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാനൊക്കില്ല. കാരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് ഈസ് എ പബ്ലിക് സർവീസ്. അതൊരു പൊതുപ്രവർത്തനമാണ്, പൊതുപ്രവർത്തകരെന്നാണ് അവരെ പൊതുവെ അറിയപ്പെടുന്നത്. ഇനി വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥത അവരുടെ മനസ്സിൽ വരും. ദേ സേ ദാറ്റ് people who are engaged or involved in politics are doing or they are taking into account their self-interest. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക പ്രവർത്തന രീതിയാണ് പൊളിറ്റിക്സ്. അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് പലരും, ഒരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ, ഒരു മന്ത്രിയുടെ മകൻ പരീക്ഷ എഴുതി, അവൻ തോൽക്കുമെന്നുണ്ട്, പക്ഷേ മന്ത്രിയുടെ സ്വാധീനം മൂലം അവൻ പരീക്ഷയിൽ വിജയിച്ചാൽ അതിനെ നമുക്ക് ഒരു ഡർട്ടി പൊളിറ്റിക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ഫൗൾ പ്ലേ ഓഫ് പൊളിറ്റിക്സ് എന്ന് വിളിക്കാം. ബട്ട് ദർ ഇസ് എ ഫെയർ പ്ലേ ഓഫ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ ഒരു ഫെയർ പ്ലേ ഉണ്ട്, ഫൗൾ പ്ലേ മാത്രമല്ല. അപ്പോൾ പൊളിറ്റിക്സിൽ എപ്പോഴും ഇങ്ങനെ തെറ്റായ ഒരു പ്രയോഗമുണ്ട്. അതായത് പൊളിറ്റിക്സ് എപ്പോഴും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള ഒരു ധാരണ മനുഷ്യരുടെ ഇടയിലുണ്ട്. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ ഐ ആം കീപ്പിംഗ് എവേ ഫ്രം പൊളിറ്റിക്സ്. ഞാൻ പൊളിറ്റിക്സിൽ നിന്നും ഒരു കൈപ്പാട് അകല മാത്രമേ നിൽക്കുകയുള്ളൂ, എനിക്ക് ഞാനൊരു ഈ പൊളിറ്റിക്സിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷേ പൊളിറ്റിക്സ് എപ്പോഴും അങ്ങനെ ഒരു അൺഡിസൈറബിൾ ആണോ? വെദർ പൊളിറ്റിക്സ് ഈസ് ആൻ അൺഡിസൈറബിൾ ആക്ടിവിറ്റി, that we have to think about. We can say that there are politicians who are quietly clean in their public service. For example, Nelson Mandela, Mahatma Gandhi, ഇവരെയൊക്കെ എടുത്ത് നോക്കിയാൽ they have worked only for the public service. They haven't done anything for their personal interest.
ഇന്നിപ്പോൾ പലരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പല പൊളിറ്റീഷ്യൻസും നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ മറ്റ് ലോക തലത്തിൽ നമ്മളെടുത്ത് നോക്കിയാൽ അവർ പ്രവർത്തിച്ചതെല്ലാം പൊതു താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല. അപ്പോൾ പൊളിറ്റിക്സ് തീർത്തും ഒരു അൺഡിസൈറബിൾ ആക്ടിവിറ്റി, അനഭികാമ്യമായ അല്ലെങ്കിൽ അനഭിമതമായ ഒരു പ്രവർത്തന മേഖലയാണ് എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സമൂഹത്തിൻ്റെ വെൽഫെയർ, അത് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, പൊളിറ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും രണ്ടാമത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ പൊളിറ്റിക്സ് ഏതു തലത്തിലും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഏതൊരു മനുഷ്യനും തൻ്റെ അനുദിന ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒന്നുകിൽ അവർ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, ഇൻവോൾവ്ഡ് ഇൻ ദി ഓർഗനൈസേഷൻസ്, ഓർ ദേ മീറ്റ് വിത്ത് സച്ച് ഓർഗനൈസേഷൻസ്. ഫോർ എക്സാമ്പിൾ, family is an organization, clubs are organizations, associations are organizations, then government is an organization. അപ്പോൾ പലതരത്തിലുള്ള ഓർഗനൈസേഷൻസിൽ ചർച്ച് ഈസ് ആൻ ഓർഗനൈസേഷൻ, സ്കൂൾ ഈസ് ആൻ ഓർഗനൈസേഷൻ, സെമിനാരി ഈസ് ആൻ ഓർഗനൈസേഷൻ. അതൊരു വ്യവസ്ഥിതിയാണ്, ഒരു വ്യവസ്ഥാപിതമായ മാർഗമാണ്, അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. അവിടെയൊക്കെ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളുണ്ട്. കുടുംബത്തിലൊരു നിയമമുണ്ട്, നിയമമില്ലാത്ത കുടുംബം തീർച്ചയായിട്ടും തകർച്ചയിലേക്ക് പോകും. സ്കൂളിലൊരു നിയമമുണ്ട്, സ്കൂളിൽ ചെന്നാൽ നാം ഒരു നിയമം പാലിക്കണം, വി ഹാവ് ടു ഒബേ ദ റൂൾസ് ഓഫ് ദി സ്കൂൾസ്. ലൈക്ക്വൈസ് ചർച്ചിലൊരു നിയമമുണ്ട്, വി ഹാവ് ടു ഒബേ ദി റൂൾസ് ഓഫ് ദി ചർച്ച്. അതുപോലെ തന്നെ നമുക്ക് സെമിനാരിയിൽ വന്നാൽ ഒരു നിയമമുണ്ട്, സെമിനാരിയുടെ റൂൾസാണ്. ഇതുപോലെ നമുക്ക് സമൂഹത്തിലും ഒരു നിയമമുണ്ട്. ആ സമൂഹത്തിൻ്റെ നിയമം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഗവൺമെൻറ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയിൽ ഒന്നുകിൽ അംഗമാകുകയോ അല്ലെങ്കിൽ അവയെ ഏതെങ്കിലും തരത്തിൽ അഭിമുഖീകരിക്കുകയോ ചെയ്യാത്ത ഒരു ദിനം പോലും നമ്മുടെ ജീവിതത്തിലില്ല എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെയെങ്കിൽ സമൂഹത്തിൽ ഈ വ്യവസ്ഥാപിത മാർഗങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യവസ്ഥാപിത മാർഗത്തിലെ പ്രധാനപ്പെട്ട ഒരു തലം അല്ലെങ്കിൽ അതൊരു റോള് ഉള്ള ഗവൺമെൻറ്റിനെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ഒരു പ്രധാന തലമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി അതിനു മുമ്പ് നമുക്ക് പൊളിറ്റിക്കൽ തിയറി, ഇനി പൊളിറ്റിക്സ് എന്താണെന്ന് നമ്മൾ ഏകദേശം കണ്ടു. പൊളിറ്റിക്സ് പലരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലാണ് അവർ അതിനെ കൈകാര്യം ചെയ്യുന്നത്. പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പബ്ലിക് സർവീസാണ്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് അനഭിമതമായ ചില കാര്യങ്ങളാണ്. എന്നാൽ മറ്റ് വളരെ നല്ല പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് പബ്ലിക് വെൽഫെയറിനുള്ള അല്ലെങ്കിൽ പൊതു പ്രവർത്തനത്തിൽ നിൽക്കുന്നതുകൊണ്ട് ജനത്തിന് കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു വേദിയാണ്. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല ഒരു ലോകം, നല്ലൊരു പ്രദേശം, നല്ലൊരു രാജ്യം, നല്ലൊരു സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു പ്രവർത്തന മേഖലയായിട്ടും പൊളിറ്റിക്സിനെ കാണാം. ഇനി നമുക്ക് എന്താണ് പൊളിറ്റിക്കൽ തിയറി എന്താണെന്ന് അങ്ങനെയാണെങ്കിൽ, ഇനി വാട്ട് അബൌട്ട് ദി പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. ഈ പൊളിറ്റിക്കൽ സയൻസിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പൊളിറ്റിക്സ് മാത്രമല്ല പഠിക്കുന്നത്. വി ആർ സ്റ്റഡിങ് പൊളിറ്റിക്കൽ തിയറി ഓൾസോ. സോ വേരിയസ് തിയറീസ് ഫോർമുലേറ്റഡ് ഫ്രം day one onwards or from the ancient days of Kautilya, Aristotle, Plato, etc., from up to our modern times. ഇപ്പോൾ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് വെറും പൊളിറ്റിക്സ് അല്ല. പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തിയറി enables people to understand the various political principles and theories. What are the political theories? What are the political principles? In order to, we can see that everyday life we are facing certain values or certain principles that is used in politics. Values and principles that are used in politics. One, for example, freedom. That is a political principle. Justice, another political principle. Equality, yet another one. Citizenship, secularism, peace,
development. These are certain political concepts or values or principles that we have to study. Each and every one we will study later. And there are certain theories associated with these basic principles also. For example, freedom or right. What about the rights of the people? What are the rights that we are enjoyed? Understanding these principles and whether these principles are included in the constitution of a country is very important for any citizen in order to get all the advantages of these principles and or the advantages of the constitution. പറഞ്ഞതിൻ്റെ അർത്ഥം, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ട് എന്നും നാം ബേസിക് ആയിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസും അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്നും ഒരു സാധാരണക്കാരൻ അറിയില്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ഗുണങ്ങളും അയാൾക്ക് ലഭ്യമാകാനൊക്കില്ല. ഏതെങ്കിലും ഒരു ഉദാഹരണം, സ്വാതന്ത്ര്യമെടുത്ത്, ഫ്രീഡം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതു തലം വരെ നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ലെങ്കിൽ, ഫ്രീഡത്തെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ നമുക്കില്ലെങ്കിൽ നമ്മൾ എന്തു പറ്റും? നമുക്ക് ഫ്രീഡത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു ഫ്രീഡം കുറഞ്ഞു പോയ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ഫ്രീഡം എന്ന് പറയും. ഫ്രീഡത്തിന് ഏതെങ്കിലും തടസ്സം നേരിട്ടാൽ അത് അതിനുവേണ്ടി നമുക്ക് ഒരു കോടതിയിൽ പോകാനൊന്നും പറ്റില്ല നമുക്കറിയില്ലെങ്കിൽ. അതുപോലെ രണ്ടാമത് ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് പോസിബിൾ, ദാറ്റ് ഈസ് an understanding of the political theory is possible only when we acquire knowledge about the various concepts and principles of political science. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ സയൻസിലുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയും അറിവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ഒരു ഈ പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നമുക്ക് വ്യക്തമായും കൃത്യമായും നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനൊക്കില്ല. അതുകൊണ്ട് സാധാരണക്കാരന് പോലും ചില പൊളിറ്റിക്കൽ കൺസെപ്റ്റ്സിനെ പറ്റി വളരെ ബോധ്യമുണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ വളരെയധികം അസോസിയേഷൻസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അംഗമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ്റാണ് വാസ്തവത്തിൽ ഒരു സ്റ്റേറ്റിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. നമുക്ക് ഈ ഗവൺമെൻറ്റിനെ പറ്റി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു വെരി മച്ച്.